അവരുടെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങി. ഭർത്താവിനെ വിട്ടുവന്നാൽ സമൂഹം എന്തു പറയും? ബന്ധുക്കൾ എന്ത് വിചാരിക്കും? ഭർത്താവ് പറയുന്നത് അനുസരിച്ച് ഒരു പെണ്ണ് ജീവിക്കാവൂ. ആ ഉപദേശങ്ങൾക്കിടയിൽ അവളുടെ സ്വന്തം മനസ്സ് ആരും കേട്ടിരുന്നില്ല. അജയൻ സ്നേഹത്തിന്റെ പേരിൽ അവളെ സ്വന്തമാക്കി പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു. അവൾക്കുണ്ടായിരുന്ന ഏക ആശ്വാസങ്ങൾ മകൻ അരുൺ, പിന്നെ അവളുടെ സുഹൃത്ത് രജനി. അവർ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അവരിൽ നിന്നുമെല്ലാം അവളെ അകറ്റാൻ ശ്രമിക്കുകയാണ് അജയൻ. ആലോചിച്ചപ്പോൾ തന്നെ അവളുടെ നെഞ്ച് വിങ്ങിപ്പോയി. അപ്പോഴാണ് മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും അവൾ കണ്ണടച്ചു. രജനി. വിളി കേട്ട് കട്ട് ചെയ്തു. സംസാരിക്കാൻ പോലും മനസ്സില്ലായിരുന്നു. കല്യാണം എന്ന പേരിൽ പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ച ജീവിതം. തുടർന്ന് പഠിക്കണമെന്ന സ്വപ്നം, ഒരു ജോലി, സ്വന്തമായി വരുമാനം ഒന്നും അവൾ ലഭിച്ചില്ല. അജയന്റെ ഭാര്യ എന്ന പേരിൽ മാത്രം അവൾ ജീവിച്ചു. വീണ്ടും ഫോൺ ശബ്ദിച്ചു. ദേഷ്യത്തിൽ ഫോൺ എടുക്കാൻ പോയവൾ നമ്പർ ശ്രദ്ധിച്ചു. അപരിചിതമായ നമ്പർ. സമയം നോക്കിയപ്പോൾ 3 മണി. ഹൃദയം ഒന്ന് പിടഞ്ഞു. പതിയെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മാഡം, ഞാൻ അരുണിന്റെ സ്കൂളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവളുടെ മുഖം ആവലാതി കൊണ്ട് നിറഞ്ഞു. എന്താ, എന്തു പറ്റി എൻ്റെ മോന്? പേടിക്കേണ്ട മാഡം. മറുവശത്ത് പ്രിൻസിപ്പലിന്റെ ശബ്ദം. അരുൺ കളിക്കുന്നതിനിടയിൽ വീണു. തലയ്ക്ക് ചെറിയ പരിക്കുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അത് കേട്ടതും നീലിമയുടെ കൈകൾ വിറച്ചു. ഞാൻ ഇപ്പോൾ വരാം. ഫോൺ വെച്ചതും അവൾ വേഗം തയ്യാറായി. അരുണിന്റെ ബാഗും ആവശ്യമായ സാധനങ്ങളും എടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. പോകുന്ന വഴിയിൽ അജയനെ അവൾ വിളിച്ചു. ഒരിക്കൽ, 2 വട്ടം, 10 വട്ടം. പക്ഷേ അവൻ ഫോൺ നോട്ട് റീച്ചബിൾ എന്നാണ് കേൾക്കുന്നത്. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒരിക്കലെങ്കിലും ഫോൺ എടുക്കാമായിരുന്നില്ലേ? അവസാനം വേറെ മാർഗമില്ലാതെ അവൾ രജനിയെ തന്നെ വിളിച്ചു. ആദ്യ ബെല്ലിൽ തന്നെ ഫോൺ എടുത്തു. നീലു, എന്താ ഈ സമയത്ത്? രജനി കലങ്ങിയ ശബ്ദത്തിൽ അവൾ വിളിച്ചു. അരുണിന് അപകടം പറ്റി. വാട്ട്? നീ ഇവിടെയപ്പോ? സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. നീ അവിടേക്ക് നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. 15 മിനിറ്റിനുള്ളിൽ തന്നെ രജനി അവിടെ എത്തിയിരുന്നു. ആശുപത്രിയിലേക്ക് പോകുന്നത് മുഴുവൻ വഴിയിലും നീലിമ മിണ്ടാതെ കരഞ്ഞിരുന്നു. മോനെ. തലയിൽ ചെറിയ കെട്ടുമായി പേടിച്ചിരിക്കുന്ന അരുണെ ചേർത്ത് പിടിച്ചവൾ കരഞ്ഞുപോയി. അമ്മേ, എനിക്ക് പേടിയായി. ഒന്നുമില്ല മോനെ. അവൾ അവന്റെ നെറ്റിൽ ചുംബിച്ചു. അമ്മ ഉണ്ടല്ലോ നിനക്ക്. കെട്ടുമാറ്റിയും മരുന്നുമെല്ലാം കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറിലധികം കഴിഞ്ഞിരുന്നു. അരുണിനെ മടിയിൽ കിടത്തിയിരുന്ന നീലിമയുടെ തോളിൽ രജനി കൈവച്ചു. എത്ര നാളാണ് ഇങ്ങനെ ജീവിക്കാൻ പോകുന്നത് നീ? നീലിമ പതുക്കെ തല ഉയർത്തി രജനിയെ നോക്കി. അവൻ പറയുന്നത് പോലെ ജീവിച്ചാൽ പ്രശ്നമില്ല രജനി. ബാക്കി കാര്യങ്ങൾ അവൻ നല്ലവനാണ്. രജനി അവളെ വിശ്വസിക്കാതെ നോക്കി. നിനക്കിപ്പോഴും അതാണോ തോന്നുന്നത്? എന്നെങ്കിലും ഒരു നാൾ എന്നെ മനസ്സിലാക്കും നീ. അവൾ കണ്ണുകൾ തുടച്ചു. നീ എല്ലാം ഉപേക്ഷിച്ച് വന്നതിന് ഒരുപാട് താങ്ക്സ്. രജനി പെട്ടെന്ന് കണ്ണുരുട്ടി. സുഹൃത്തുക്കൾക്കിടയിൽ നന്ദി പറയുമടി. അത് കേട്ട് നീലിമ ചെറുചിരി വന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ രജനി ചോദിച്ചു. ആ, നിന്റെ ഉത്തമനായ ഭർത്താവ് ഓഫീസിൽ ഇവിടെ അടുത്തല്ലേ? നീലിമയുടെ മുഖം മങ്ങി. വിളിച്ച് റീച്ചബിൾ ആയില്ല എന്നാണ് പറഞ്ഞത്. രജനി കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ അവൾ നേരെ ചോദിച്ചു. ഇനി എങ്ങോട്ട് പോകാൻ പോകുന്നത്? ഓട്ടോ കിട്ടുമല്ലോ. ഓട്ടോ എന്തിന്? രജനി എഴുന്നേറ്റു. നിന്റെ ഭർത്താവിന്റെ ഓഫീസ് ഇവിടെ തന്നെ അടുത്തല്ലേ? അദ്ദേഹത്തിനെ വിളിച്ച് കാറിൽ പോകേണ്ടേ? അത് കേട്ടതും നീലിമ തല കുനിച്ചു നിന്നു. അദ്ദേഹത്തോട് അത് പറയാൻ തന്നെ എനിക്ക് പേടിയാ. രജനി ദേഷ്യത്തോടെ ശ്വാസം വിട്ട് നീലിമയെ നോക്കി. അപ്പോൾ നീ തന്നെ ഓഫീസിൽ പോയി സർപ്രൈസ് കൊടുക്ക്. അത് സർപ്രൈസ് ആകില്ല, നീലിമ ഭയത്തോടെ പറഞ്ഞു. എനിക്ക് തന്നെ വിനയാകും അതെല്ലാം. ദേഷ്യത്തിൽ അടിക്കാൻ പോലും സാധ്യതയുണ്ട് ചിലപ്പോൾ. രജനി അവളെ ഞെട്ടലോടെ നോക്കി. ഈ അവസ്ഥയിൽ നിന്നെയും കുഞ്ഞിനെയും കണ്ടിട്ട് പോലും ദേഷ്യപ്പെടുന്ന ആളെ നീ ഇപ്പോഴും ഭർത്താവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. നിന്നെ സമ്മതിക്കണം. നീലിമ ഒന്നും മിണ്ടിയില്ല. വാ. രജനി കാറിന്റെ കീ എടുത്തു. ഞാൻ നിന്നെ ഓഫീസ് വരെ ഇറക്കിത്തരാം. വേണ്ട രജനി, മിണ്ടാതെ വരുന്നുണ്ടോ നീ? അരുണിന്റെ അടുത്ത് കാർ സീറ്റിലിരുത്തിയ രജനി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. നീലിമയുടെ ഹൃദയം ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൾക്കറിയില്ലായിരുന്നു എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ടെന്ന്. അജയന്റെ ഓഫീസിൽ അവളെ കാത്തിരിക്കുന്നത് ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയാണെന്നും. ഓഫീസിന്റെ പാതി തുറന്ന ആ കതകിലൂടെ അകത്തേക്ക് നോക്കിയ നീലിമയുടെ ഉള്ളിൽ തരിച്ചു നിന്നു പോയവൾ. അവളുടെ പ്രാണന്റെ ഓരോ അംശവും അവിടെ എടുത്ത് തകർന്നു പോയി. അവിടെ സോഫയിൽ പാതി നഗ്നരായി അജയനും രേവതിയും പരസ്പരം ലയിച്ചിരിക്കുന്നു. താല് കെട്ടി കൂടെ കൂട്ടിയ സ്വന്തം ഭാര്യ പുറത്തുനിന്നെന്ന ലവലേശം ബോധ്യമില്ലാതെ കാമത്തിന്റെ അഗ്നിയിൽ അവർ ആറാടുകയാണ്.
എന്നാൽ രേവതി അവനെ തന്നിലേക്ക് പൂർണ്ണമായി ചേർത്ത് പിടിച്ചിരുന്നു. ആശ്വാസത്തിന്റെ നേർത്ത തേങ്ങലുകൾ അവന്റെ മാറിലേക്ക് ഒതുക്കി തീർക്കുകയായിരുന്നു അവൾ. ഇതൊരു പൊതുസ്ഥലമാണെന്നോ വാതിൽ ചാരിയിട്ടുള്ളെന്നോ ചിന്ത പോലും ആ കാമാഗ്നിയിൽ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. തങ്ങളുടെ ആഭാസം പുറത്തുനിന്ന് മറ്റൊരാൾ കാണുന്നുണ്ടെന്ന സത്യം അവർ അറിഞ്ഞതേയില്ല. ഇത്രയും നാൾ എന്നെ വെറുമൊരു അടിമയെ പോലെ അവൻ ചവിട്ടിമെതിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. ഈ ബന്ധം അറിയാതിരിക്കാൻ ആണവൻ ഇതെല്ലാം ചെയ്തതെന്ന് അപ്പോൾ അവൾക്ക് വ്യക്തമായി. നീലിമയുടെ മനസ്സ് മന്ത്രിച്ചു. തന്നെ ചതിച്ച മറ്റൊരു പെൺകുട്ടിയുമായി തൻ്റെ ഭർത്താവ് പുലർത്തുന്ന ഈ രഹസ്യബന്ധത്തിന് എത്ര നാളത്തെ പഴക്കമുണ്ട്. ചിന്തകൾ അവളുടെ തലച്ചോറിനെ മരവിപ്പിച്ചു പോയി. പെട്ടെന്ന് തൻ്റെ കൈകളിൽ തളർന്നിരുന്ന കുഞ്ഞ് അരുണിനെ കണ്ണുകൾ അവൾ കൈയാൽ പൊത്തിപ്പിടിച്ചു. അവിടെ നിന്നും വിറക്കുന്ന കാലുകളുടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വഴുതി തറയിലേക്ക് വീണു. ആ കഠിനമായ ശബ്ദം കേട്ടാണ് അജയനും രേവതിയും ഞെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നോക്കിയത്. ഇന്ന് രാവിലെ പോലും തൻ്റെ അച്ഛനെയും അമ്മയും അടുത്തേക്ക് പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണവൻ. ആ തിരക്കിൻ്റെ യഥാർത്ഥ മുഖം ഇതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഭാര്യയെ കണ്ട പരിഭ്രമത്തിൽ അവൻ ധൃതി പിടിച്ച് ഷർട്ടിൻ്റെ ബട്ടണുകൾ ഇടാൻ തുടങ്ങി. എങ്കിലും അവൻ്റെ മുഖത്ത് യാതൊരുവിധ കുറ്റബോധവുമില്ല. ഒന്നും സംഭവിക്കാത്ത മട്ടത്തിലുള്ള അവൻ്റെ ഭാവം. ഇനിയിപ്പോൾ ഈ സംഭവത്തിൻ്റെയും കുറ്റം തൻ്റെ തലയിൽ തന്നെ അവൻ കെട്ടിവെക്കുമെന്ന് നീലിമയുടെ ഉള്ളം പറഞ്ഞു. അവളുടെ മനസ്സിൽ ചിന്തകളുടെ കരിമേഘങ്ങൾ കുമിഞ്ഞുകൂടിയിരുന്നു ആ സമയം. ഹോസ്പിറ്റലിൽ നിന്നും അരുണിനെയും കൊണ്ട് വന്നിട്ട് കുറേ നേരമായിരുന്നു. അത്രയും നേരം ആ കുഞ്ഞിനെ കൈകളിൽ എടുത്തതുകൊണ്ട് തന്നെ നീലിമയുടെ കൈയും കാലും വേദന കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അതിനു പുറമെ കൺമുന്നിൽ കണ്ട അദൃശ്യം കൂടിയായപ്പോൾ അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. ഒടുവിൽ തളർച്ചയോടെ അവൾ കുഞ്ഞിനെ നിലത്തു നിർത്തി അടുത്തുള്ള ബെഞ്ചിലേക്ക് ഇരുന്നു പോയി. തൻ്റെ ആത്മാവിനെ കൊന്ന ആ രണ്ടുപേരെയും അവൾ കാൽനഖം മുതൽ തലമുടി വരെ അമർഷത്തോടെ നോക്കി. അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കാരുണ്യം കൊണ്ട് അവൾക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. അരുണിനെയും നെഞ്ചോട് ചേർത്ത് അവൾ ഓട്ടോയിലേക്ക് കയറി. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു. ആ കറുത്ത നിമിഷങ്ങളിലേക്ക് അവളുടെ ഫോണിലേക്ക് രചനയുടെ കോൾ വീണ്ടും വന്നത്. അവൾ പലവട്ടം വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ നീലിമക്ക് കഴിഞ്ഞില്ല. ആരോടെങ്കിലും സംസാരിക്കാനോ സമാധാനത്തിൽ ഉള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവളപ്പോൾ. തൽക്ഷണം കൺമുന്നിൽ കാഴ്ചകളെല്ലാം മങ്ങിപ്പോകുന്നത് പോലെ തോന്നി. ഇപ്പോഴൾക്ക് ആവശ്യം നഷ്ടപ്പെട്ടു പോയ മനക്കരുത്തും ആത്മശാന്തിയും മാത്രമാണ്. അതേസമയം അജയനും തൻ്റെ കാറിൽ അവിടെ എത്തിയിരുന്നു. നീലിമ നേരെ അടുക്കളയിലേക്ക് നടന്നു. സിങ്കിലെ പൈപ്പ് തുറന്ന് ആ മുഖത്തെ വിയർപ്പും കണ്ണുനീരും കഴുകിക്കളയാൻ അവൻ ശ്രമിച്ചു. അവളുടെ പിന്നാലെ വന്ന അജയൻ അവളെ ഒന്ന് പാളി നോക്കിയതിനു ശേഷം യാതൊരു ഭാവഭേദവുമില്ലാതെ ബാത്റൂമിലേക്ക് കയറി ഫ്രഷ് ആവാൻ നടന്നു. അവൻ വന്നതുപോലും നീലിമ ശ്രദ്ധിച്ചതേയില്ല. അവൾ അരുണിന് കൃത്യമായി മരുന്നും ഭക്ഷണവും നൽകി. അവനെ താലോലിച്ച് ഉറക്കാനും കിടത്തി. കുഞ്ഞ് ഉറങ്ങിയെന്ന് ഉറപ്പോടെ കനത്ത ഹൃദയവുമായി അവൾ കിടപ്പുമുറിയിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി വന്നു. നീ എന്തിനാ ഇന്നെൻ്റെ ഓഫീസിൽ വന്നേ? അജയൻ്റെ ചോദ്യം തണുത്തതായിരുന്നു. എന്നാൽ അതിൽ ഒരധികാര സ്വരവുമുണ്ട്. അവൾ അവനെ ഒന്ന് നോക്കിയതേയുള്ളൂ, ചുണ്ടുകൾ ചലിച്ചതില്ല. നീലിമ, ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. നീ ഇത് ഏത് രീതിയിൽ ഉൾക്കൊള്ളുക എന്ന് എനിക്കറിയില്ല. എങ്കിലും സത്യം നീ അറിയണം. അരുൺ ജനിച്ചതിനു ശേഷം നീ എന്നെ ശ്രദ്ധിക്കാറേയില്ല. നിന്റെ ശരീരത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ നിനക്കൊരു ചിന്തയുമില്ല. നിന്നെ വേദനിപ്പിക്കാൻ പറയുന്നതല്ല ഞാനിതൊന്നും. അവൻ്റെ ന്യായീകരണങ്ങൾ കേട്ടപ്പോൾ നീലിമക്ക് അവനോട് കടുത്ത അറപ്പും വെറുപ്പുമാണ് തോന്നിയത്. നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. രേവതി വളരെ നല്ലൊരു കുട്ടിയാണ്. അവൾ നല്ല കഠിനാധ്വാനം ചെയ്യുന്നതാണ്. വിശ്വസിച്ച് ഏത് ജോലി ഏൽപ്പിച്ചാലും അവളത് കൃത്യമായിട്ട് തന്നെ ചെയ്യും. താൻ ചെയ്ത വഞ്ചനയെയും മഹാപാപത്തെയും കുറിച്ച് ലവലേശം ബോധ്യമില്ലാതെ സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് കാമുകിയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തുകയാണ് അവൻ. ഞാനും അവളും കഴിഞ്ഞ 4 വർഷമായി ഈ ബന്ധത്തിലാണ്. അത്രയും കാലം തന്നിൽ നിന്നും മറച്ചു വെച്ച ആ രഹസ്യം അവനൊടുവിൽ തുറന്നു പറഞ്ഞു. കേട്ട കാര്യങ്ങൾ അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. കൺകോണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകളായി ഒലിച്ചിറങ്ങി. നിങ്ങൾക്ക് അവളോട് പ്രണയമാണല്ലേ? കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായി 6 വയസ്സ് തികയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരുത്തിയെ വേണമല്ലേ? നിങ്ങളുടെ മനസ്സ് ഇത്രയും വിഷമാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഓഫീസിലേക്ക് വന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അരുണിന് സ്കൂളിൽ വെച്ച് ഗുരുതരമായി പരിക്കേറ്റു. അത് പറയാനാണ് ഞാൻ നിങ്ങളെ തുടരെ തുടരെ വിളിച്ചത്. പക്ഷേ നിങ്ങൾ ഫോൺ എടുത്തില്ല. ഒടുവിൽ രചനയാണ് എന്നെ സഹായിക്കാൻ ഓടിയെത്തിയത്.